ഹായ് ഹലോ നമസ്കാരം. മലയാളി കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പച്ചപ്പയർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ആദ്യം തന്നെ ഞാൻ അവിടെ ഒരു പച്ചപ്പയർ കട്ട് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, ഫ്രഷ് ആയിട്ടുള്ള പച്ചപ്പയറാണ്. ഞാൻ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചപ്പയറാണ്. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായി ഞാൻ ഇവിടെ ഒരു 10 ചെറിയ ഉള്ളി ചാച്ചി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ 3 പച്ചമുളക് നീളത്തിൽ കട്ടിയത് അതൊന്ന് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇനി വേണ്ടത് വറ്റമുളകാണ്. ഞാൻ ഒരു 4 വറ്റമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറുവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാനിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. നമ്മൾ ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം തന്നെ വേണമെന്നില്ല. നിങ്ങൾ അലുമിനിയം പാത്രം ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഇരുമ്പ് പാത്രമോ അല്ലെങ്കിൽ മൺപാത്രം എടുക്കാവുന്നതാണ്. വേണ്ടോ, കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കറുവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഓക്കെ, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറുവേപ്പിലയും വറ്റൽമുളകൊന്നും കഴിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, ഈ ഒരു പാവം മതി. ഇനി നമുക്കിത് ചതച്ച് വെച്ചിരിക്കണം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കുകയാണെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചതച്ചാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3/4 ടീസ്പൂണുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയുള്ളിൻ്റെയൊക്കെ ഒന്ന് കളർ മാറി വരുന്നവർക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിക്ക് പിടിക്കുന്നുള്ളൊരു പേടിയില്ല. ഓക്കെ, നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതാണല്ലോ, ഏകദേശം കളറൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. ഈ ഒരു പാകം മതിയാവും. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്ന വരയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊടികളിലേക്ക് പച്ചമണം മാറി പാകപ്പരുവായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് പച്ചപ്പയർ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചപ്പയറെന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നമ്മുടെ ഈ വള്ളിപ്പയറോ അങ്ങനത്തെയുള്ള പയറൊന്നും അല്ല. ഇത് നമ്മുടെ സാധാ വീട്ടിലുണ്ടായിട്ടുള്ള പച്ചപ്പയറാണ്. രാസവളങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പച്ചപ്പയറാണ്. ഇതുപോലെ തന്നെ വീട്ടുവളപ്പിൽ ഞാൻ ഒരുപാട് കൃഷികൾ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് വീട്ടുവളപ്പിൽ ഇത്തിരി സ്ഥലമുണ്ട് പറഞ്ഞു വെച്ചാൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് പറിച്ച് ഇതേപോലെ ഒന്ന് കറി വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. ഓക്കെ, ഇതാണ് നല്ലപോലെ നമുക്ക് മിക്സിങ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മേലെ കൂടെ കുറച്ച് വെള്ളം ഒന്ന് മേലെ കൊണ്ടുവന്ന് തെളിച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ അധികം വേണ്ട, നമുക്കിതിങ്ങനെ ചെറുതായിട്ടൊന്ന് തെളിച്ച് കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് ഈ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇല്ലയെന്ന് പറഞ്ഞു വെച്ചാൽ കുഴപ്പമില്ല. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കില്ല. ഓക്കെ, നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതിയാവും. ഓക്കെ, ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 12 to 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാണ്ടോ, നമ്മുടെ പച്ചപ്പയറൊക്കെ വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. ഓക്കെ, ഇത് കണ്ടോ, നമ്മുടെ പച്ചപ്പയറെല്ലാം സെറ്റാണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ വെന്ത് നല്ല കുഴഞ്ഞൊന്നും പോയിട്ടില്ല, അടിക്കും പിടിച്ചിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്തോ കാണിച്ചു തരാം ഇതെങ്ങനെയുണ്ടെന്ന്. ഇത് കണ്ടോ, അങ്ങനെ നമ്മുടെ പച്ചപ്പയർ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാടൻ പച്ചപ്പയർ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.